ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. കൃഷി, പാർപ്പിടം, ആരോഗ്യം, ശുചിത്വം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും ഭവന പദ്ധതി, ആരോഗ്യം, ശുചിത്വം, അടിസ്ഥാന സൗകര്യ വികസനം, സ്ത്രീകളുടെ ഉന്നമനം, പട്ടികജാതി ക്ഷേമം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 32,20,73,665 രൂപ വരവും 32,86,665 രൂപ ചിലവും 19,87,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധനാണ് അവതരിപ്പിച്ചത്. കേരള വികസന മാതൃക വിളംബരം ചെയ്യുന്നത് മതനിരപേക്ഷതയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും ജനങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പേരിലാണ്. ഈ കേരള മാതൃക പരിപൂർണതയിലെത്തിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നുണ്ട്. 14ാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഊർജിതമായ പ്രവർത്തനങ്ങൾക്കിടയിലും സമ്പദ്ഘടനയുടെ ബലഹീനതയെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി രൂപീകരണം സമയബന്ധിതമായും വിവിധ മേഖലകൾക്ക് മതിയായ പ്രാധാന്യം നൽകിക്കൊണ്ടും പൂർത്തിയാക്കേണ്ടതുണ്ട്. കന്നുകാലി വളർത്തലിനെയും പാലുൽപാദനത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന തൃണകം, ക്യാൻസർ രോഗികൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ് എന്നീ നൂതന പദ്ധതികളും ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു. കാർഷിക മേഖലയ്ക്ക് 4 കോടിയും, പട്ടികജാതി ക്ഷേമത്തിന് 10 കോടിയും, ആരോഗ്യ മേഖലയ്ക്ക് 1 കോടിയും, പശ്ചാത്തല മേഖലയ്ക്ക് 5.86 കോടി രൂപയും, കുടിവെള്ളം, ശുചിത്വം മേഖലകൾക്കായി 1.65 കോടിയും, ഭവന പദ്ധതിക്കായി 2.08 കോടി രൂപയും നീക്കിവെച്ചു. തെരുവുനായ നിയന്ത്രണ പദ്ധതി തഴവ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടപ്പാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പദ്ധതിയും നടപ്പാക്കും. വയോജന ആരോഗ്യ പരിപാലനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കന്നുകാലി വളർത്തൽ, കർഷകർക്ക് തൃണകം നൂതന പദ്ധതി, സുരക്ഷ, സമഗ്ര മാനസികാരോഗ്യ പദ്ധതി എന്നിവയ്ക്കും തുക മാറ്റിവെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ മിനിമോൾ, യു ഉല്ലാസ്, വി സദാശിവൻ, മിനിമോൾ നിസാം, ബി ശ്രീദേവി, ബിന്ദു രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രമേശ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി രാജീവ്, സുൽഫിയ ഷെറിൻ, ഷേർലി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.